കുറിച്ച് വാദോരാതെ പ്രസംഗിക്കാനുണ്ട്. എന്തിനേറെ പറയുന്നു, മധ്യപൂർവേഷ്യ മുഴുവൻ യുദ്ധങ്ങളുടെ വല്ലാത്ത പ്രകമ്പനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ ഇടപെടലുകൾ, ഇസ്രായേലിന്റെ ചലനം, ഇന്നത്തെ ഇറാൻ, അതുപോലെ യമൻ രാജ്യങ്ങളുടെ ചലനങ്ങൾ ഒക്കെ ആശങ്കയോടെ ലോകരാജ്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്രയെത്ര കാര്യങ്ങൾ, ലോക സംഭവങ്ങളെ വിലയിരുത്തി പ്രസംഗിക്കാനുണ്ട്. ഇനി പ്രസംഗിക്കാൻ ഇവിടെ തത്വചിന്തകൾ, തത്വസംഹിതകൾ, എത്രയെത്ര കാര്യങ്ങൾ നമുക്കുണ്ട്. എത്രയോ ആളുകൾ ചരിത്രത്തിൽ ണ്ട്. താത്വിക ചിന്തകന്മാർ, മസ്തിഷ്ക മല്ലന്മാർ, യുഗപ്രഭാവന്മാർ, രാഷ്ട്രീയ മീമാംസയുടെ വക്താക്കൾ, പൂർവിക പടുക്കൾ, ശാസ്ത്രീയ പ്രതിഭാധനന്മാരടക്കമുള്ള 100 കാര്യങ്ങളെ, 100 ആളുകളെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കാനുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? ഈ പ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് മാനവരാശിക്കുണ്ടായ പ്രയോജനമാണ് ഈ മുറ്റത്ത് ഞങ്ങളെ കൂട്ടിവരുത്തി ഈ പ്രഭാഷണത്തിന് ഞങ്ങൾക്ക് ശക്തി പകരുന്നത്. അപ്പോൾ അവൻ എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? കുറഞ്ഞത് ഒരു 5-6 കാര്യങ്ങളെങ്കിലും സമയ പരിമിതിക്കകത്ത് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമമിടാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് അനുരഞ്ജനം ലഭിച്ചു. 2, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചു. 3, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ശാപം മാറി. 4, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് പ്രവേശനാനുമതി ലഭിച്ചു. 5, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ആരാധനയുടെ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ 5 കാര്യങ്ങളാണ്. 1, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് അനുരഞ്ജനം ലഭിച്ചു. എന്താ അനുരഞ്ജനം എന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ്, ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് അനുരഞ്ജനം. എന്താ അനുരഞ്ജനം? 2 കക്ഷികൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം ഒരു മധ്യസ്ഥനാൽ പരിഹരിച്ച് ഇരുവരെയും ഒന്നിപ്പിക്കുന്നതിനെയാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. വാർത്തകൾ കേട്ടിട്ടില്ലേ? അനുരഞ്ജന ശ്രമം പാളി. അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചു. ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ്. എത്ര അനുരഞ്ജന ശ്രമങ്ങൾ. പക്ഷെ വാർത്തകളൊക്കെ നിറയുന്നത് അനുരഞ്ജന ശ്രമങ്ങളെല്ലാം പാളി എന്നാണ്. അപ്പോൾ ഇവിടെ 2 കക്ഷികൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിച്ച് അവരെ ഒന്നിപ്പിക്കണമെങ്കിൽ, അതാണ് അനുരഞ്ജനമെങ്കിൽ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിലൂടെ നമുക്ക് ലഭിച്ച അനുരഞ്ജനം എന്താണ്? പ്രിയരെ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിച്ചതാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിലൂടെ നമുക്ക് ലഭിച്ച അനുരഞ്ജനം. വാക്യം റോമാലേഖനം 5-ാം അധ്യായം 10-ാമത് വാക്യത്തിലേക്ക് വരാം. റോമാലേഖനം 5-ാം അധ്യായം 10-ാമത് വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് എന്തു വന്നു? നിരപ്പ് വന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ, ആരോട് ശത്രുക്കളായിരിക്കുന്നത്? ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ. എന്താണ് അതിന്റെ കാരണം? യെശയ്യാപ്രവചനം 59:2 പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യമാണ്. അപ്പോൾ മനുഷ്യന്റെ അകൃത്യം മനുഷ്യനെ ദൈവത്തോട് അകറ്റി. മനുഷ്യനും ദൈവത്തിനുമിടയിൽ ശത്രുത്വമുണ്ടായി. ആ ശത്രുത്വം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 4:18. അവർ അന്ധബുദ്ധികളായി അതിന്റെ മുൻപ് തൊട്ടൊന്ന് വായിക്കണേ. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു. ജീവനിൽ നിന്ന് അകന്നാൽ മരണത്തിലേക്കാണ്. അതുകൊണ്ട് പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു. ജീവനിൽ നിന്ന് അകന്നാൽ മരണത്തിലേക്കാണ്. അപ്പോൾ അവരെങ്ങനെയാ? അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യം. അവരെ സ്തോത്രം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന്, അടുത്തത് മനം തഴമ്പിച്ചു പോയവരാകിയാൽ. കണ്ടോ, ആ പദങ്ങളൊക്കെ ശ്രദ്ധേയമാ. അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ ദുഷ്കാമത്തിന് ഏൽപ്പിച്ചു കൊടുത്തു.
ദൈവത്തോടു കൂടെ വസിക്കാൻ ദൈവം